നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നാം ഇപ്പോൾ സാഖ്യ കർമ്മയോഗമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. കർമ്മയോഗത്തിലെ 29ാമത്തെ ശ്ലോകമാണ് നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. 29ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അർജുനോടായി പറഞ്ഞു നിർത്തിയ ഭാഗം എന്ന് പറയുന്നത്, ഈശ്വരൻ ഒന്നേ ഉള്ളുവെന്നും ഈ കാണുന്ന പ്രകൃതിയുടെയും അസംഖ്യം ജീവാത്മാക്കളുടെയും ഗുണങ്ങൾ വ്യത്യസ്തമാണെന്നും അവയും ഈശ്വരനും ഒന്നാണെന്നും മറ്റുള്ള ചിന്തകളിലൂടെ നിരവധി കർമ്മ വ്യാപാരങ്ങൾ ഏർപ്പെട്ടിട്ടുള്ളവരിൽ മതിഭ്രമം നാം ഉണ്ടാക്കരുതും എന്നുമാണ് അർജുനനോട് ഭഗവാൻ പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകം 30 നമുക്ക് ശ്രദ്ധിക്കാം. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ്സ നിരാശീർ നിർമ്മമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. ഈ 30ാം ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ, നീ എൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞതിനാൽ ഞാൻ ഈ പറഞ്ഞ ആധ്യാത്മിക ജ്ഞാനം ചിത്തത്തിൽ സമ്പൂർണമായി ഉൾക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചിട്ട് ആശാരഹിതനായി നിർമ്മമനായി ശോകരഹിതനായി യുദ്ധം ചെയ്താലും അർജുന എന്നാണ് ഭഗവാൻ അർജുനനോട് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ഗീതയുടെ 2ാം അധ്യായത്തിൽ അഹം തേ ശിഷ്യ, അഹം തേ ശിഷ്യഃ ത്വാം പ്രപന്നം മാം ശാധി. 2ാം അധ്യായത്തിൽ, അതായത് സാഖ്യയോഗത്തിലെ 7ാം ശ്ലോകമാണെന്ന് തോന്നുന്നു, ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതാണ്, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, അങ്ങയെ ശരണം പ്രാപിച്ച് എന്നെ വേണ്ട പോലെ ഉപദേശിച്ചാലും എന്ന് അർജുനൻ പറയുന്നുണ്ട്. അപ്പോൾ അർജുനൻ പറഞ്ഞ വാക്കുകളെ ഭഗവാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ആ ഭാഗത്തിലാണ് ശ്രീകൃഷ്ണൻ ഞാൻ എന്നും എന്നിലെന്നും മറ്റും ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ ഈശ്വരനാണ് ഇങ്ങനെ പറയുന്നതെന്ന് കരുതുന്നവരുണ്ട്. ഇത് ശരിയല്ല. വേദജ്ഞാനം പരമ്പരയെ ലഭിച്ചതാണ്. ആ പരമ്പരയിലെ കണ്ണിയാണ് ശ്രീകൃഷ്ണൻ. ഞാനെന്നും എൻ്റേതെന്നും പറയുമ്പോൾ അതിന് എൻ്റെ പരമ്പരയെന്നും ആർഷഭാരത പരമ്പരയെന്നും അർത്ഥമെടുക്കണം. ഈ ശ്ലോകത്തിലെ അധ്യാത്മചേതസ എന്ന പദം ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ആത്മാവിൽ മനസ്സർപ്പിച്ചവൻ അഥവാ ചിത്തം ആത്മാവിൽ സ്ഥിരമായവനാണ് അധ്യാത്മചേതസൻ. സാധാരണക്കാർ ശരീരത്തിലും ബാഹ്യവസ്തുക്കളിലും ശ്രദ്ധിക്കുന്നു. ശ്രുതി ഇക്കാര്യത്തിൽ പറയുന്നത് നമുക്ക് പ്രമാണമാണ്. കാണുക, കഠോപനിഷത്തിലെ 4-2 ഒരിക്കൽ നമുക്ക് ശ്രദ്ധിക്കാം. പരാഞ്ചിഖാനി വിതർണസ്വയം പുൽസ്മാത് പരാൻ പശ്യതി നാന്തരാത്മൻ കശീധിരീരഃ പ്രത്യാഗാത്മാനമൈക്ഷതാവൃത്ത ചക്ഷുരമൃതത്വമിച്ഛൻ. കഠോപനിഷത്തിൽ പറയുന്നതാണ്. ഇതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ, സ്വയംഭുവായ പരമേശ്വരൻ ഇന്ദ്രിയ ദ്വാരങ്ങൾ പുറത്തേക്ക് നിർമ്മിച്ചു. അതുകൊണ്ട് അവയിലൂടെ പുറത്തേക്ക് നോക്കുന്നു, അന്തരാത്മാവിനെ നോക്കുന്നില്ല. ഉറച്ച ബുദ്ധിയുള്ളവൻ മോക്ഷത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചക്ഷു തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ സ്വാധീനത്തിൽ വച്ച് അന്തരാത്മാവിനെ കാണുന്നു.
ഇതാണ് കഠോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. കഠോപനിഷത്തിൽ തന്നെ ഒന്നുകൂടി പറയുന്നുണ്ട്, മൂഢർ ബാഹ്യവിഷയങ്ങളുടെ ഉപഭോഗത്തിന് പിന്നാലെ പായുന്നു അതിനാൽ അവർ മൃത്യുവിൻ്റെ വശപാശത്തിനാൽ ബന്ധിതരായിത്തീരുന്നു. എന്നാൽ ധീരർ അമൃതത്വത്തെ, മോക്ഷത്തെ നിത്യമെന്നറിഞ്ഞ് അനിത്യ വിഷയ ഉപഭോഗങ്ങളിൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്നില്ല. അങ്ങനെ സാധാരണക്കാരെയും ജ്ഞാനം സിദ്ധിച്ചവരെയും അവരുടെ രീതികളാണ് ഇപ്പോൾ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും അർജുനോട് യുദ്ധോത്സുകനായി യുദ്ധോന്മുഖത്ത് വന്നാലും യുദ്ധം ചെയ്താലും അർജുന നീ എൻ്റെ ശിഷ്യനെന്ന് പറഞ്ഞിരുന്നില്ലേ എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനനെ യുദ്ധത്തിനായി പ്രേരിപ്പിക്കുന്നത്. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എന്നെ വേണ്ട പോലെ ഉപദേശിച്ചാലുമെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ അർജുനൻ ഭഗവാനോട് പറഞ്ഞിരുന്നു. അതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഭഗവാൻ അർജുനനെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. യുദ്ധം ചെയ്താലും അർജുന എന്ന് പറയുന്നത് മനസ്സിലേക്കാണെന്ന് വിശ്വസിക്കുന്നു. വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും നമുക്കിനിയും അടുത്ത ശ്ലോകവുമായി അടുത്ത ദിവസം കാണാൻ ഭഗവാൻ സർവേശ്വരൻ ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ശുഭസുദിനം.